പഴയ ദോശമാവോ അല്ലെങ്കിൽ ആപ്പത്തിൻ്റെ മാവൊക്കെ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ചട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി മാവിന് മുഴുവൻ എടുത്തൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് പർപ്പസിന് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തേത് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യുക. അതായത് സ്റ്റീലിൻ്റെ ഈ ഒരു സിങ്കൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നല്ല അടിപൊളിയായി ക്ലീൻ ആവുകയും ചെയ്യും. ആ ഒരു സിങ്കിന് നല്ല ഷൈനിങ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും. ആ സ്റ്റീൽ പാത്രത്തിന് നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ബാത്റൂമിനകത്തുള്ള സ്റ്റീൽ ടാപ്പ്, അതുപോലെ സിങ്കിനകത്ത് വാഷ് ബേസിനകത്തൊക്കെ സ്റ്റീൽ ടാപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവൊക്കെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അരച്ചിട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കി വന്നിട്ടില്ലെങ്കിൽ ആ ബാക്കി വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ സൈഡത്തെയൊക്കെ ജസ്റ്റ് വെള്ളം ഒഴിച്ചാക്കി നമ്മൾ എടുത്ത് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളിയായി ക്ലീൻ ആക്കാനും അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.